ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS ലക്ഷ്യം വെച്ച് നമ്മൾ സിലബസ് അനുസരിച്ച് പഠനം ആരംഭിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പഠനം തുടങ്ങി. ഇന്ന് ആനുകാലികത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്. ആദ്യ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആനുകാലികം മറ്റു വിഷയങ്ങൾ പോലെ സ്ഥിരമല്ല, ഓരോ പരീക്ഷയ്ക്കും വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കും. കാരണം 2024 നടന്ന പരീക്ഷയിൽ 23, 22 ആനുകാലികം. 2026 നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന് 2025 വർഷത്തിലെ ആനുകാലികത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മൾ അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ആനുകാലിക ചോദ്യങ്ങൾ കടലുപോലെയാണ്, ഇഷ്ടം പോലെ കിട്ടും. പഠിച്ചാലും തീരത്തില്ല. പക്ഷേ നമ്മൾ ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് പഠിക്കുക. ഞാൻ കഴിഞ്ഞ LGSകാർക്കും ഒക്കെ തന്നെ PSC ബുള്ളറ്റിനിൽ ആശ്രയിച്ചുള്ള ആനുകാലികത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. നിങ്ങളും ആ രീതി തന്നെ തുടരുക. ഒരു മാസം 2 PSC ബുള്ളറ്റിൻ വരും. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത് 2026 പകുതിയോടുകൂടി. അപ്പോൾ 2025 നിന്നായിരിക്കും പകുതിയോളം ചോദ്യങ്ങൾ. 10 മാർക്ക് നേടാൻ 2025 ആനുകാലികം പഠിക്കണം. പിന്നീടൊരു 5-6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 2024 നിന്ന് വരാം. ബാക്കി ചോദ്യങ്ങൾ 2023 22 ഒക്കെ ബൈഫർക്കേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ 25 24 നമ്മൾ ഓരോ മാസവും അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായിട്ട് പഠിക്കണം. 23 ജസ്റ്റ് ഒന്ന് ഓടിച്ചൊരു വായന നടത്തിയാൽ മതി. ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. നമുക്കിനി 9 മാസം പരീക്ഷയ്ക്ക് സമയമുണ്ട്. അപ്പോൾ 2025 ജനുവരി മാസമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. PSC ബുള്ളറ്റിനാണ്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. 2024 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ തീരുമാനിക്കപ്പെട്ടു. ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്. ഏറ്റവും മികച്ച ചിത്രമാണ് ദ ബ്രൂട്ടലിസ്റ്റ്. ഇംഗ്ലീഷ് സിനിമയല്ലാതെ വേറെ ഭാഷയിൽ നിന്നുള്ള സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമീലിയ പെരേസ്, ഫ്രഞ്ച് സിനിമയ്ക്കാണ് ഈ തവണ അവാർഡ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്. മികച്ച നടൻ ഏഡ്രിയൻ ബ്രോഡി. രണ്ടും ദി ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അവാർഡാണ്. മികച്ച നടി ഫെർണാൻഡോ ടോറസ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്നതാണ് സിനിമയുടെ പേര്. മികച്ച സഹനടൻ കീരൻ കൽക്കിൻ. എ റിയൽ പെയിൻ എന്നുള്ളതാണ് സിനിമയുടെ പേര്. മികച്ച സഹനടി സോയി സൽദാന, ഫ്രഞ്ച് സിനിമയായ എമിലിയ പെരേസിലെ നടിയാണ്. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. ഇതൊക്കെ നമുക്ക് വായിക്കൊള്ളാത്ത, കടിച്ചാൽ പൊട്ടാത്ത ചില പേരുകളാണ്. പക്ഷേ 1-2 തവണ ആവർത്തിച്ച് വായിക്കുക, കേൾക്കുക, ഒന്ന് എഴുതുക കൂടി ചെയ്യുക ഏതെങ്കിലും ബുക്കിൽ. പിന്നീട് നമുക്ക് ഓപ്ഷൻ കിട്ടുമ്പോഴെങ്കിലും ഉറപ്പായിട്ടും ഇത് ഉത്തരം എഴുതാൻ സാധിക്കും. അടുത്തത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 ഇപ്പോഴാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. മികച്ച സിനിമ 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ, സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക B അരുന്ധതി. ഇത്രയും കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുക. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്ക്. അപ്പോൾ പുരസ്കാരങ്ങളാണ് കുറേയേറെ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം എന്ന് ഹെഡിങ് എഴുതി അതിൻ്റെ മികച്ച നടൻ, മികച്ച സിനിമ തുടങ്ങിയ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതിനുശേഷം 2023 JC ഡാനിയൽ അവാർഡ്. അതിനുശേഷം ഐവറി പുരസ്കാരം 2024 ഗായിക KS ചിത്രയ്ക്ക്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് നടൻ ജഗതി ശ്രീകുമാറിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് വിലാസിനി നോവൽ പുരസ്കാരം. A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന് നോവലിൻ്റെ പേര് ചോദിക്കും, നോവലിസ്റ്റിൻ്റെ പേരും ചോദിക്കും. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ
കെ ജയകുമാറിന്. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നു. 2024 തൃശൂർ ജില്ല ജേതാക്കളായി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാകും. അതായത് 2025 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. ചോദ്യം വരാം. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സ് CRPF മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി തോംസൺ ജോസിനെ നിയമിച്ചു. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് പുരസ്കാരം അല്ലെങ്കിൽ നിയമനം തുടങ്ങിയ കാര്യങ്ങളാണ്. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാവുന്ന കോമറ്റ് G3 ഒരപൂർവ വാൽനക്ഷത്രമാണ് 2025 ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. ഏതാണ് ആ വാൽനക്ഷത്രം എന്ന് ചോദിച്ചാൽ കോമറ്റ് G3. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം വിജയകരം. അപ്പം നടക്കും യന്ത്രക്കൈ എന്നുള്ള ആ പേരാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ന്യൂസിലൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനാബാരോ ലൂക്കസ് പുതിയ ലോകമുത്തശ്ശിയായി. അതായത് ഏറ്റവും പ്രായം ചെന്ന പഴയ വ്യക്തി മരിച്ചപ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രായമുള്ള നിലവിലെ വ്യക്തി ബ്രസീലുകാരി കന്യാസ്ത്രീ ഇന കനാബാരോ ലൂക്കസ്. ISROയുടെ പുതിയ ചെയർമാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. 2025 ജനുവരിയിലെ ആനുകാലികം. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനായി നിയമിതനായി. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു. US-ൻ്റെ 39ാമത് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ KS മണിലാൽ. അദ്ദേഹം അന്തരിച്ചു. സാധ്യതയുള്ള ചോദ്യം. ചരിത്രകാരൻ ഡോക്ടർ നന്ദിയോട് രാമചന്ദ്രൻ അന്തരിച്ചു. എഴുത്തുകാരൻ S. ജയചന്ദ്രൻ നായർ അന്തരിച്ചു. മുൻ ഗ്രീക്ക് പ്രധാനമന്ത്രി കോസ്റ്റാസ് സിമിറ്റിസ് അന്തരിച്ചു. പ്രാധാന്യമുള്ളതൊക്കെ ഞാൻ എടുത്തു പറയും, മറ്റതൊക്കെ ഒന്ന് കേട്ടുപോവുക. അടുത്തതൊന്ന് ശ്രദ്ധിക്കണം. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമത് പ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഖേൽ രത്ന നേടിയതാര്, നേടാത്തതാര്, ഇതൊക്കെ ചോദ്യം വരാം. നേടിയവർ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ. മലയാളി നീന്തൽ താരം സാജൻ പ്രകാശിന് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് S. മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹരായി. അടുത്ത ചോദ്യം. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. ഇപ്പം ചെസ് ഇന്ത്യയിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ D. ഗുകേഷ്. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടവും ഇന്ത്യക്ക് തന്നെ, ഇന്ത്യയുടെ കൊനേരു ഹംപി. വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 347 റൺസ് നേടി പെൺകുട്ടികളുടെ ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. ഇറ ജാദവ്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി
റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലൻഡിനെതിരെ നേടിയ 358 റൺസായിരുന്നു ഇതുവരെയുള്ള ഉയർന്ന സ്കോർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. അപ്പോൾ ചാമ്പ്യന്മാരായത് ബംഗാൾ. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആവശ്യമുണ്ട് എന്ന് കണക്കാക്കുന്നവർ വീഡിയോ ഒരു തവണ കൂടി കേൾക്കാൻ ശ്രമിക്കുക. പറഞ്ഞ പോയിൻറ്റ്സൊക്കെ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. താങ്ക് യു.